വീടുപണി തുടങ്ങിയവർ വലയുന്നു. ആഗോള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന മാത്രമല്ല, പല സാധനങ്ങളും മാർക്കറ്റിൽ കിട്ടാറുമില്ല. തൊഴിലാളി ക്ഷാമവും രൂക്ഷമാണ്. കാലാവസ്ഥാ വ്യതിയാനവും പ്രശ്നമാകുന്നു. ഇതെല്ലാം കൂടി നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി. ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് സ്വന്തമായി ഒരു ഭവനം. ആ സ്വപ്ന സാക്ഷാത്കാരമായ ഭവന നിർമ്മാണത്തിലേക്ക് ചുവട് വച്ചവരാണ് വെട്ടിലായത്. പ്ലാനും പദ്ധതിയും തയ്യാറാക്കി വായ്പയും വാങ്ങി നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത്. സിമന്റ്, സ്റ്റീല്, ടൈൽ കമ്പനികൾ കൃത്രിമമായി വില വർദ്ധിപ്പിക്കുകയാണെന്നാണ് ആക്ഷേപം. പ്രാദേശികമായി ലഭിച്ചിരുന്ന ചെങ്കലിന് 5 രൂപ മുതൽ 10 രൂപ വരെ വർദ്ധിപ്പിച്ചു. PVC ഉൽപ്പന്നങ്ങളുടെ വിപണി കുത്തകകളുടെ നിയന്ത്രണത്തിലായതോടെ പ്ലംബിംഗ് സാധനങ്ങളുടെ വിലയും കുതിക്കുകയാണ്. വയർ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ സാമഗ്രികൾക്ക് 10% മുതൽ 40% വരെയാണ് വർദ്ധിച്ചത്. സാധാരണ വീട് നിർമ്മിക്കുന്നതിന് നേരത്തെ 1700 മുതൽ 1800 വരെ ആയിരുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇപ്പോൾ 2400 മുതൽ 3000 രൂപ വരെയായി. ഇത് സാധാരണക്കാർക്ക് താങ്ങാനാകില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ തുടർന്നാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയത്. അത് തൊഴിലാളി ക്ഷാമവും രൂക്ഷമാക്കി. ഇതോടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലച്ചത്. നിർമ്മാണ പ്രവർത്തനം കുറഞ്ഞതോടെ നാട്ടിലെ തൊഴിലാളികൾ മറ്റു മേഖലകളിലേക്ക് തിരിയുകയും ചെയ്തു. ഉള്ളവരാകട്ടെ കൂടുതൽ കൂലിയും ആവശ്യപ്പെടുന്നു. 1200 രൂപയാണ് മേസ്ത്രിയുടെ വേതനം, ഹെൽപ്പറിന് 900. സംസ്ഥാനത്തെ 60% കോൺട്രാക്ടർമാർക്കും ഇപ്പോൾ പണിയില്ലാതായി. കരാറെടുത്തവർ പറഞ്ഞ തുകയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകാതെ ബുദ്ധിമുട്ടുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടേ പറ്റൂ. വില നിയന്ത്രണത്തിനായി പ്രത്യേക സംവിധാനമുണ്ടാക്കണം. ഉൽപാദന യൂണിറ്റുകൾ പുനരാരംഭിക്കണം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കണം. ചെറുകിട നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള സംവിധാനമുണ്ടാകണം. സർക്കാർ പദ്ധതികൾക്ക് സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കണം. പുഴമണൽ ഖനനം പുനരാരംഭിക്കണം. കൃത്രിമമായും അനിയന്ത്രിതമായും വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ സർക്കാർ ഇടപെടൽ നടത്തിയേ പറ്റൂ. എങ്കിലേ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി മാറുകയുള്ളൂ.